ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 14-ാം തിരുവചനം. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. സ്വർഗസ്നായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിൽ നിന്നുള്ളൊരു ഭാഗമാണ്. നിങ്ങളും മറ്റുള്ളവരുടെ തെറ്റുകൾ അവരോട് ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വർഗസ്നായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നീ ദൈവത്തിൻ്റെ ക്ഷമ ചോദിക്കുന്ന വ്യക്തിയാണ്. ദൈവമേ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ദൈവമേ എൻ്റെ പാപങ്ങളെല്ലാം കടങ്ങളെല്ലാം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നിൻ്റെ ഉള്ളിലേക്കൊരു പോയിൻ്റ് ഇട്ട് തരിക. ഞാൻ നിനക്ക് ക്ഷമ തരാം, ദൈവം നിന്നോട് ക്ഷമിക്കും. പക്ഷെ നീയൊന്ന് നോക്കണം, നിൻ്റെ ജീവിതത്തിൽ വല്ല കരടുമെല്ലാം കിടക്കുന്നുണ്ടോ? ആരോടെങ്കിലും ക്ഷമിക്കാനാവാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അത് നീ ക്ഷമിക്കുന്നില്ലെങ്കിൽ നീ എൻ്റെ അടുത്ത് കാരുണ്യത്തിന് വേണ്ടി ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാം. ദൈവം നിനക്ക് വാരിക്കോരിത്തരും. പക്ഷെ അത് നിൻ്റെ ഹൃദയത്തെ പ്രതിഫലിക്കണം, മറ്റുള്ളവരുമായിട്ടുള്ള ജീവിതത്തിൽ അത് പ്രതിഫലിക്കണം. എല്ലാവരോടും ക്ഷമിക്കുവാനും കരുണ കാണിക്കുവാനും നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചെന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ ദിവസത്തിനുടെ കൃപകളും നന്മകളും എല്ലാം നൽകണമേ. എല്ലാവരോടും പരിപൂർണമായിട്ട് ക്ഷമിക്കുവാനും ചേർത്ത് പിടിക്കുവാനും ഈ വ്യക്തിക്ക് സാധിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമേ.